ലോക പ്രശസ്ത ഫാഷൻ ഡിസൈനറാണ് മലയാളിയായ ആനന്ദ് ജോൺ. എന്നാൽ ഈ പ്രശസ്തി ആനന്ദ് ജോണിന് വിനയായി. മാനഭംഗ കേസിൽ കുറ്റാരോപിതനായി അമേരിക്കയിൽ ജയിലിൽ കഴിയുകയാണ് ആനന്ദ് ജോൺ. ആനന്ദ് ജോണിന് നീതി ലഭിക്കാൻ ഇടപെടണം എന്നഭ്യർത്ഥിച്ച് ആനന്ദ് ജോണിന്റെ അമ്മ കേന്ദ്രമന്ത്രിമാരെ കണ്ടു. ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായ രംഗങ്ങളിൽ ഒന്നാണ് ഫാഷൻ മേഖല. ഈ രംഗത്ത് ഏറ്റവുമധികം പ്രശസ്തി നേടിയ മലയാളിയാണ് ആനന്ദ് ജോൺ. 2006 പുറത്തിറങ്ങിയ ന്യൂസ് വീക്ക് ഫാഷൻ മേഖലയിൽ 2007 ഏറ്റവും ശ്രദ്ധേയനാകാൻ പോകുന്ന വ്യക്തി ആനന്ദ് ജോൺ ആയിരിക്കും എന്ന് പ്രവചിച്ചിരുന്നു. കഴിഞ്ഞ 7 വർഷമായി അമേരിക്കൻ ഫാഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആനന്ദ് ജോണിന് പക്ഷേ 2007 സംഭാവന ചെയ്തത് ദൗർഭാഗ്യകരമായ ജയിൽ ജീവിതമായിരുന്നു. കുറ്റം മാനഭംഗം. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഒരു വനിതാ മോഡൽ ആനന്ദ് ജോൺ തന്നെ മാനഭംഗപ്പെടുത്തി എന്ന ആരോപണവുമായി രംഗത്തെത്തി. ആനന്ദ് ജോൺ അറസ്റ്റിലായി. ഏകദേശം $14 ലക്ഷം കെട്ടിവെച്ചാണ് കേസിൽ ആനന്ദ് ജോൺ ജാമ്യം നേടിയത്. എന്നാൽ പുതിയ പരാതികളുമായി കൂടുതൽ പേർ രംഗത്ത് വന്നതോടെ ആനന്ദ് ജോൺ വീണ്ടും ജയിലിലായി. 30ഓളം വനിതാ മോഡലുകളാണ് ആനന്ദ് ജോൺ തങ്ങളെ മാനഭംഗപ്പെടുത്തി എന്ന പരാതിയുമായി ഇപ്പോൾ രംഗത്തുള്ളത്. ആനന്ദ് ജോണിന്റെ പരാതിയാകട്ടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇക്കാര്യത്തിലുള്ള തന്റെ നിഷ്കളങ്കത തെളിയിക്കാൻ അവസരം ലഭിക്കുന്നില്ല എന്നതുമാണ്. ഇപ്പം ആനന്ദിന്റെ കേസിൽ ഇപ്പം ഈ 12th ആകുമ്പോഴത്തേക്കും 7 മാസമാവും. ആനന്ദ് ഈസ് ബീൻ അറസ്റ്റഡ് ആൻഡ് ഹീസ് ഇൻസൈഡ്. ബേസ്ഡ് ഓൺ വാട്ട്? എന്താ അതിൻ്റെ ബേസിസ്? ഒന്നുമില്ല, കുറേ പെണ്ണുങ്ങളുടെ അലിഗേഷൻ. അപ്പം എവിടെയായിരുന്നു ഈ പെണ്ണുങ്ങളൊക്കെ ഇതിന് മുമ്പേ? ഇപ്പം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു പരാതി പറയുക. ഈ കുട്ടികളെല്ലാം പിന്നെയും they were all with him. Over and over they were coming to him and they were with him. And ആനന്ദ് ഒരു പെണ്ണിനെ അങ്ങോട്ട് പോവല്ല, they are coming to him. എനിക്ക് തോന്നുന്നില്ല, ഞാനൊരു സ്ത്രീയാണ്, എനിക്കറിയാം ആരെയും നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരുടെ അടുത്തോട്ട് പോവുകയില്ല. ഇതിൽ പെൺകുട്ടികൾ ഞങ്ങളുടെ കൂടെ ഇന്ത്യയിൽ 2 പ്രാവശ്യം വന്നവരുണ്ട്. എന്നിട്ട് പറയുന്നു 2001 ഇങ്ങനെ നടന്നു എന്ന് പറയുന്നു. അവർ വളരെ ഹാപ്പി ആയിട്ട് കൂടെ വരുന്നു. 1 പ്രാവശ്യം 2 പ്രാവശ്യം ഇതൊക്കെ വരുന്നു. ഈ കേസ് എടുക്കുന്നവർക്കും ഒന്ന് ആലോചിച്ചു. പ്രോബബ്ലി ദേ വിൽ നെവർ നോ. അവർക്ക് അറിയത്തില്ലായിരിക്കും ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത്, അവർക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ആരാ ഇത് കോൺസിക്വൻസസ് നടക്കുന്നത്? എൻ്റെ ആനന്ദിനാണ്. ഹീ ഈസ് ദ വൺ ഹൂ ഈസ് ഇൻസൈഡ്. സോ ഹൂ ഈസ് ദ വിക്ടിം ഹിയർ? ഇറ്റ് ഈസ് ആനന്ദ്. വിക്ടിമൈസേഷൻ ഓഫ് ആനന്ദ് ജോൺ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഫ്രെയിം ചെയ്തിരിക്കുന്ന ആനന്ദിനെയാണ്. ഇറ്റ്സ് ഈസി, ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അപ്പം നമുക്കൊരു റൈറ്റ് ഇല്ലേ? നമ്മുടെ ഇന്നസെൻസ് നമുക്കത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ചാൻസ് വേണ്ടേ? ഇപ്പോൾ ഈ കേസിൽ ഒരു സ്ഥലത്ത് പോലും ഒരു പ്രിലിമിനറി ഹിയറിംഗ് നടന്നിട്ടില്ല. 2001 മുതൽ ആനന്ദ് ജോണിനൊപ്പം പ്രവർത്തിച്ചു വരുന്ന മോഡലുകളാണ് 2007 ഒരു സുപ്രഭാതത്തിൽ മാനഭംഗം എന്ന ആരോപണവുമായി രംഗത്തെത്തുന്നത്. യഥാർത്ഥത്തിൽ മാനഭംഗം നടന്നിട്ടുണ്ട് എങ്കിൽ എന്തിന് ഈ മോഡലുകൾ ഇക്കാര്യം ഇത്രയും നാൾ മറച്ചുവെച്ചു? ആനന്ദ് ജോൺ ഫാഷൻ വ്യവസായ രംഗത്ത് ഏറ്റവും ഉയരത്തിലെത്തിയ സമയം തന്നെ ആരോപണം ഉന്നയിക്കാൻ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്ന് ആനന്ദ് ജോണിന്റെ കുടുംബം കരുതുന്നു. അമേരിക്കക്കാരെ പിന്തള്ളി ഒരു ഇന്ത്യക്കാരൻ ഏറ്റവും മുന്നിലെത്തുന്നതിനോടുള്ള വംശവെറിയാണ് ഈ ഗൂഢാലോചനയുടെ പ്രഭവ കേന്ദ്രമെന്നും ആനന്ദ് ജോണിന്റെ ബന്ധുക്കൾ പറയുന്നു. കേസ് സംബന്ധിച്ച് ഒരു അന്വേഷണമോ വിചാരണയോ ഇതുവരെ നടന്നിട്ടില്ല. സ്വന്തം ഭാഗം വിശദീകരിക്കാൻ ആനന്ദ് ജോണിന് അവസരം ലഭിച്ചിട്ടുമില്ല. ഓഫ് കോഴ്സ് ജലസി വളരെ ഒരു വലിയൊരു ഫാക്ടറാണ് എൻ്റെ അത്. ജലസി എന്ന് പറഞ്ഞുള്ളത് ഈ 2006 സെപ്റ്റംബറിൽ ആനന്ദ് ജോൺ എന്നുള്ള ആ ബ്രാൻഡ് നെയിം വാൾ സ്ട്രീറ്റിൽ അവർ അത് $10 million അവർ ഇവാലുവേറ്റ് ചെയ്തു. എന്നിട്ട് അവർ വേറെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുപോയി, പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയില്ലേ, അതുപോലെ അവർ $10 to $15 million ആ കമ്പനിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ദെൻ ആ ഒരു സമയത്താണ് ഇതെല്ലാം തുടങ്ങുന്നത്. ഇതൊരു കോൺസ്പിറസി ആയിട്ട് അവർ തുടങ്ങുന്നത്. ഹൗ ടു ഫിക്സ് ആനന്ദ്, ഹൗ ടു എലിമിനേറ്റ് ഹിം ഫ്രം ദ എൻറ്റയർ ഫാഷൻ ഇൻഡസ്ട്രി. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു മൂവ് വരാൻ തുടങ്ങിയത്. ഓഫ് കോഴ്സ് ഈ ഗേൾസ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. ഇപ്പം എല്ലാ ഗേൾസും ആയിരിക്കത്തില്ലായിരിക്കും, പക്ഷെ അതിൻ്റെ അകത്ത് മെയിൻ പ്ലെയേഴ്സ് ഉണ്ട്. Then there are other people who are supporting them, that is there, who are funding them and supporting them. ഇതെല്ലാം കൂടെ വന്നിട്ട് ജാനുവരിയിലെ ന്യൂസ് വീക്കിൻ്റെ ഇഷ്യൂവിൽ എനിക്ക് തോന്നുന്നത് ഹില്ലറി ക്ലിൻ്റനും ഒബാമയുമായിരുന്നു അതിൻ്റെ കവറിൽ. അതിൽ ഹൂ ഹിസ് ടു വാച്ച് ഇൻ 2007 അതിൽ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് എടുത്തിരിക്കുന്നത് ആനന്ദിനെ മാത്രം അവരെടുത്തിരിക്കുന്നത്.
ടു വാച്ച് ആനന്ദ് ജോൺ. അപ്പോൾ അതൊരു വലിയൊരു എൻഡോഴ്സ്മെൻ്റ് ആണ്. ന്യൂസ് വീക്ക് പോലത്തെ ഒരു മാഗസിൻ ഒരു ഡിസൈനറിനെ ഇതുപോലെ എൻഡോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് 20th of March ആനന്ദിൻ്റെ റെഡി ടു വെയർ ജീൻസ് ലൈൻ്റെ ലോഞ്ചിങ് ആണ്. അവർ എക്സാക്ട്ലി 2 weeks ബിഫോർ ദാറ്റ് ദേ പിക്ഡ് അപ്പ് ആനന്ദ്. അമേരിക്കയിൽ ജയിലിൽ നിന്ന് ജാമ്യം നേടണമെങ്കിൽ കോടിക്കണക്കിന് രൂപ കെട്ടിവെക്കണം. ഇത് ഒരു സാധാരണ ഇന്ത്യക്കാരന് എത്രമാത്രം സാധ്യമാകും? ഒരിക്കൽ ജാമ്യം കിട്ടിയാലും അടുത്ത പരാതി ഉണ്ടായാൽ വീണ്ടും ജയിലിലാകും. ആനന്ദിന്റെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ പ്രശ്നം കണക്കിലെടുത്ത് സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടായാലേ സത്യം പുറത്തുവരൂ. ആനന്ദ് ജോൺ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അതിനാദ്യം സ്ഥിരീകരിക്കേണ്ടത് ആനന്ദ് ജോൺ കുറ്റവാളിയാണോ എന്ന കാര്യം തന്നെയാണ്. ചില ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉള്ളത്. സത്യം ഇപ്പോഴും ദുരൂഹമാണ്. ഇന്ത്യ ഗേറ്റിന്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു. ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത ലക്കം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. നമസ്കാരം.